ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹോണ്ട ആക്റ്റീവ 5G ആണ് വണ്ടി. അത് ഡീകാർബണൈസിങ്ങും ജനറൽ സർവീസും ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻജിൻ ഭാഗം അയച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടിയുടെ എൻജിനാണ്. എൻജിൻ ഹെഡിൻ്റെ ഭാഗമാണ് നമുക്ക് റിപ്പയറിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ കംപ്ലയിൻറ്റ് വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ഹെഡിൻ്റെ വാൽവ് വന്ന ഭാഗത്തും പിസ്റ്റൻ്റെ ടോപ്പ് സൈഡിലുമാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ വാൽവിൻ്റെ ഇത് വരുന്ന സീറ്റിങ് ഈ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആ സീറ്റിങ് നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കംപ്രഷൻ ലീക്കേജ് കാണിക്കും. അതാണ് ശരിക്കും മെയിനായിട്ട് വന്ന പ്രോബ്ലം കേട്ടോ. അപ്പോൾ അതിൻ്റെ ശരിക്കും വാൽവ് ഈ വാൽവ് യൂണിറ്റ് നോക്കുമ്പോൾ ഇത് മാത്രം കാര്യമായിട്ട് അത്രയ്ക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് എന്ന് പറയാനായിട്ടില്ല, എങ്കിൽ കൂടി അതിൻ്റെ സീറ്റിങ്ങൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. വാൽവിൻ്റെ എക്സോസ്റ്റ് വാൽവിൻ്റെ ആയാലും ശരിക്കും അതേപോലെ തന്നെ. എക്സോസ്റ്റ് വാൽവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ഭാഗങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റിങ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ ഹെഡിൻ്റെ ഈ ഇതും വാൽവ് ലെയ്ത്തിൽ കയറ്റിയതിന് ശേഷം അതിൻ്റെ സീറ്റിങ് കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. അത് സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെയുള്ളത് പിസ്റ്റണാണ്. പിസ്റ്റണിൻ്റെ ഈ ടോപ്പ് സൈഡിലും വന്ന് കാർബൺ നല്ല രീതിയിൽ പിടിച്ചിരിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ ഇതിന് ഒരല്പം കുറവ് കാണുന്നുണ്ട്. സാധാരണ ഈ കണ്ടീഷനിൽ അത് വരും. നല്ല ഹൈ കംപ്രഷനിലാണ് അതിൻ്റെ ഉള്ളിൽ എൻജിൻ വർക്ക് ചെയ്യാം, പിസ്റ്റൺ വർക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ വന്നൊരു ചെറിയൊരു ഡ്രോപ്പ് പോലും നമുക്ക് ആ സിലിണ്ടറിൻ്റെ ബോറിനകത്ത് സിലിണ്ടറിൻ്റെ തീവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം ഭാഗങ്ങൾ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. കണ്ട അതും ആ പിസ്റ്റൻ്റെ ഗ്യാപ്പിൽ വന്നിട്ടാണ് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിന് സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം 1-2 സ്ക്രാച്ചസ് കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഡീകാർബണൈസിങ് ചെയ്യാം. ഹെഡ് അഴിച്ച് കരി ക്ലീൻ ചെയ്ത് കളയാമെന്നുള്ളത് സാധാരണ ചെയ്യേണ്ടി വന്നത് 30,000 കിലോമീറ്ററിലാണ്. ഓരോ 30,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീനിങ് നടത്തണം. അതേപോലെ തന്നെ ഓരോ 10,000 കിലോമീറ്ററിലും എയർ ഫിൽട്ടർ, പ്ലഗ് എന്നിവ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുക, പുതിയത് സെറ്റ് ചെയ്തിടേണ്ടതും അത്യാവശ്യമാണ്. 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ശരിക്കും എൻജിൻ ഓയിൽ മാറേണ്ടത്. അപ്പോൾ ഈ ഓയിൽ മാറ്റാനായിട്ട് വൈകി പോയി കഴിഞ്ഞാൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആ പീരീഡിൽ നമ്മൾ ചെയ്തു പോകണം. ഇതല്ലെങ്കിൽ വന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടി ഉണ്ട് കണ്ടോ ഈ കണ്ടീഷനിൽ. ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ചാലും ആ ഓയിലും പെട്ടെന്ന് അഴുക്കാവും അതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ വർക്കിംഗ് ഓയിൽ ശരിക്കും എൻ്റെ എൻജിൻ്റെ ഉള്ളിൽ ശരിക്കും എൻജിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓയിൽ ചെല്ലുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഇതും കൂടി എൻജിൻ ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒഴിക്കണ ഓയിൽ പെട്ടെന്ന് തന്നെ ഡാമേജിലേക്ക് പോകും. അങ്ങനെ വന്ന സിറ്റുവേഷനിൽ ഒരുപാട് ഇങ്ങനെ ഓടി നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻജിൻ ഫ്ലഷ് ഉപയോഗിച്ചിട്ട് എൻജിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എൻജിനിൽ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പഴയ ഓയിലിലേക്ക് തന്നെ പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം പെട്ടെന്ന് അഴുക്കാവാനും സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച്, പിന്നത്തെ ഓയിൽ ചേഞ്ച് പെട്ടെന്ന് കുറച്ച് നേരത്തെ ചെയ്യാം. 100% സക്സസ് ഒന്നുമല്ല, എന്നാൽ പോലും കുറേ അഴുക്ക് ആ വഴിക്കും പൊക്കോളും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഹെഡ് ക്ലീൻ ചെയ്യാനായിട്ട് കഴിക്കുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ പിസ്റ്റൺ പറഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ ഇവിടെ തന്നെ റിംഗ് സെറ്റ് ഉണ്ടല്ലോ, ആ റിംഗ് സെറ്റ് കൂടി മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റ് നമുക്ക് കംപ്രഷൻ എങ്ങനെയായിരുന്നോ അതേ കംപ്രഷനിലേക്ക് നമുക്ക് എൻജിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് കയറി വരും. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ കൂട്ടത്തിൽ തന്നെ മാറ്റണം. ഇതിപ്പോൾ പുതിയ ഫിൽട്ടർ ഇടണം. ഇതിപ്പോൾ കിടക്കുന്നത് ഇതിപ്പോൾ കമ്പനി ഫിൽട്ടറൊക്കെ തന്നെ ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ് ശരിക്കും. എയർ ഫിൽട്ടർ പ്ലഗ് മാറുന്ന കൂട്ടത്തിൽ ശരിക്കും കാർബറേറ്റർ മോഡൽ വണ്ടികളാണെങ്കിൽ ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് തന്നെ. കാർബറേറ്റർ മോഡൽ വണ്ടികളാണെങ്കിൽ എയർ ഫിൽട്ടറും പ്ലഗും മാറ്റും ആ കൂട്ടത്തിയുടെ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത് കുറേ കൂടി. ഇത് എന്തെങ്കിലും ചെയ്യണം, കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്കുണ്ട്, നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഗ്രീസൊന്നും ഇല്ല, തീരെ ഗ്രീസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ വീലുകൾ ഡാമേജിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ പിന്നുകൾക്ക് തേയ്മാനം, പിന്നുകൾ വലിയ കോസ്റ്റ്ലി അല്ല, പക്ഷേ ഈ വീലുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എമൗണ്ട് വന്ന വീലുകളാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് എൻജിൻ പെർഫോമൻസിലും വലിയിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഡിലേ വന്ന് പോണ വണ്ടികളിൽ ക്യാം ഷാഫ്റ്റ്, റോട്ടറാം അതിൻ്റെയൊക്കെ ലൈഫിനൊക്കെ ഡയറക്റ്റ് ബാധിക്കാറുണ്ട്. ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ ഇത് 54,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ശരിക്കും 30,000 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്. ഓരോ 30,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം ഹെഡ് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ 1 പ്രാവശ്യം ആദ്യമായിട്ട് അഴിച്ചേക്കത്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കൂട്ടത്തിലൂടെ. ഇനിയിപ്പോൾ അത് ജനറലായിട്ടുള്ള സർവീസും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ വീണ്ടും നമുക്ക്
ബുഷ് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അഴിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലൊക്കെ കൂടുതൽ മാറ്റണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റൊക്കെ ഫെയിൽഡാണ്. അപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഏകദേശം ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം. എഞ്ചിൻ ഹെഡ് ഇപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തൊന്നുമില്ല. ഇപ്പോൾ 54,000 നമ്മൾ അഴിച്ചേക്കണം. പ്ലസ് 30,000 84,000 വീണ്ടും നമ്മൾ അഴിച്ചത് ക്ലീൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് എഞ്ചിന് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റുകൾ വരില്ല. ഇത് സർവീസിനകത്ത് തന്നെ ഒതുങ്ങിപ്പോക്കോളും. മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് എഞ്ചിൻ പോവില്ല. മാക്സിമം നമുക്ക് ലൈഫ് ഉപയോഗിക്കാൻ കിട്ടും. കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് നമുക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ എഞ്ചിൻ ഭാഗം മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഇല്ലാതെ കൊണ്ട് നമുക്ക് എത്തിക്കാനായിട്ട് കിട്ടും. അതിനിടയിൽ ബെൽറ്റ്, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ്, കാർബറേറ്റർ ക്ലീനിങ്, അതേപോലെ ക്ലച്ചിൻ്റെ പിന്ന്, ക്ലച്ച് ഗ്രീസിങ്, അതൊക്കെ ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ നടക്കണം. അതൊക്കെ നോർമൽ നമുക്ക് സർവീസ് ഉപയോഗിക്കുമ്പോൾ തേയ്മാനം വന്നതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റാണ്. കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് നമുക്കത് ചെയ്യേണ്ട സർവീസുകളാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വരുള്ളൂ. വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്സാപ്പിൽ ഇട്ടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ